ദൈവങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ ആരാധന മൂത്ത ആരാധകർ താരങ്ങൾക്കായി നിർമ്മിച്ച ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് കർണാടകയിലെ ഈ ക്ഷേത്രത്തിന്റെ കഥ. ക്ഷേത്രത്തിന്റെ മുഖ്യശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ചിക്കമംഗളൂരിലെ അമൃതേശ്വര ക്ഷേത്രം നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കൊണ്ടും വാസ്തുവിദ്യയുടെ അസാധാരണമായ ഭംഗി കൊണ്ടും ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും സങ്കീർണമായ കൊത്തുപണികൾക്കും പേരുകേട്ടതാണ്. 10ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ കർണാടക ഭരിച്ചിരുന്ന ഹൊയ്സാല രാജാക്കന്മാരുടെ കാലത്താണ് തെക്കേ ഇന്ത്യയിൽ കലയും വാസ്തുവിദ്യയും അതിന്റെ വളർച്ച പ്രാപിക്കുന്നത്. ഇതിനുള്ള തെളിവുകളാണ് കർണാടകയിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ. ബേലൂരിലെ ചെന്നക്കേശവ ക്ഷേത്രവും ഹളേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രവും സോമനാഥപുരിയിലെ കേശവ ക്ഷേത്രവും ചിക്കമംഗളൂരിലെ അമൃതേശ്വര ക്ഷേത്രവും ഒക്കെ പറയുന്നതും ഹൊയ്സാല രാജവംശത്തിന്റെ കഥകൾ തന്നെയാണ്. AD 1196 ഹൊയ്സാല രാജവംശത്തിന്റെ അധിപനായിരുന്ന വീരബെല്ലാല രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത് എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ മുഖ്യശില്പിയായിരുന്ന അമൃതേശ്വര ഭണ്ഡനായിക്കരുടെ പേരാണ് ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. അക്കാലത്ത് നിലനിന്നിരുന്ന മറ്റെല്ലാ വാസ്തുവിദ്യയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഹൊയ്സാല വാസ്തുവിദ്യ. അസാധാരണമായ പൂർത്തീകരണവും സൂക്ഷ്മതയുമാണ് ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അസാധ്യമായ മികവോടെ ചെയ്തു തീർക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹൊയ്സാല വാസ്തുവിദ്യയുടെ നേർസാക്ഷ്യമാണ് ചിക്കമംഗളൂരിൽ നിന്നും 65 കിലോമീറ്റർ അകലെ അമൃതപുര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അമൃതേശ്വര ക്ഷേത്രം. ശ്രീകോവിലും തുറന്ന മണ്ഡപവും അടഞ്ഞ മണ്ഡപവും ഏകകൂടവും ചേരുന്നതാണ് ക്ഷേത്രത്തിന്റെ ഘടന. തുറന്ന മണ്ഡപത്തിന് 29 അഴികളും അടഞ്ഞ മണ്ഡപത്തിന് 9 അഴികളും നമുക്ക് കാണാൻ സാധിക്കും. ദേവന്മാരോടൊപ്പം അസുരന്മാരുടെയും പ്രതിമകളും കൊത്തുപണികളും നിറയെ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിരവധി കൊത്തുപണികളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൊത്തുപണികളാൽ ഏറെ അലങ്കൃതമാണ് അമൃതേശ്വര ക്ഷേത്രം. നേർത്ത തൂണുകളും സൂക്ഷ്മമായ കൊത്തുപണികളുമാണ് ഈ ക്ഷേത്രത്തിൽ നിറയെ നമുക്ക് കാണാൻ സാധിക്കുക. ക്ഷേത്രത്തിന്റെ തുറന്ന മണ്ഡപത്തിൽ 140 ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത് ഏറെ ആകർഷകമായി കണക്കാക്കി പോരുന്നു. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും നിരവധി കഥാസന്ദർഭങ്ങൾ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിന്റെ ചുവരുകളിൽ കൊത്തിയിട്ടുണ്ട്. മണ്ഡപത്തിന്റെ വടക്ക് ഭാഗത്തെ ചുവരിലാണ് മഹാഭാരതത്തിലെ കഥകളും ശ്രീകൃഷ്ണ കഥകളും കാണപ്പെടുന്നത് എന്നതുകൂടാതെ വലതുവശത്തെ ചുവരിലാണ് രാമായണ കഥകളുള്ളത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മികവുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രോഗങ്ങളിൽ നിന്നും സൗഖ്യവും വാഹനങ്ങൾ മേടിക്കാനും സമ്പത്തിനായും ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചു പോരുന്നു. ഹൊയ്സാല സാമ്രാജ്യത്തിലെ കരകൗശല വിദഗ്ധർ അവരുടെ ജോലിയിൽ അസാധാരണമായ വൈദഗ്ധ്യവും കരകൗശലവും പ്രദർശിപ്പിച്ചിരുന്നു. ദേവന്മാർ, ദേവതകൾ, സ്വർഗീയ ജീവികൾ, പുരാണ രംഗങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ചിത്രീകരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശില്പങ്ങൾ അവയുടെ ജീവസുറ്റ ഭാവങ്ങളും സൂക്ഷ്മമായ വിശദാംശങ്ങളുമായി നിലനിന്നു പോരുന്നു. ഓരോ ശില്പവും ഓരോ കഥ പറയുകയും ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള ആത്മീയ അന്തരീക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിലെ അമൃതപുരി ഗ്രാമത്തിലാണ് അമൃതേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിക്കമംഗളൂരിൽ നിന്നും 65 കിലോമീറ്ററും ഹാസനിൽ നിന്നും 110 കിലോമീറ്ററും ഷിമോഗയിൽ നിന്നും 35 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം.